E15A763 എന്ന KSRTC ബസ്സിൽ 3 CCTV ക്യാമറയുണ്ട്. എന്നാൽ ദൃശ്യങ്ങൾ സൂക്ഷിക്കാനുള്ള മെമ്മറി കാർഡ് ആ ബസ്സിലില്ല. ഇതോടെ RPC 101 എന്ന നമ്പർ ബസ്സിലെ മെമ്മറി കാർഡിൽ ആശയക്കുഴപ്പം ഉയരുകയാണ്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും റോഡിനു കുറുകെ കാറിട്ട് KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ നിർണായകമാണ്. ഈ ദൃശ്യം പരിശോധിക്കാനാണ് പോലീസ് തമ്പാനൂർ സ്റ്റാൻഡിലെത്തിയത്. ബസ്സിൽ പരിശോധിച്ച ശേഷം പോലീസാണ് മെമ്മറി കാർഡ് ഇല്ലെന്ന് വ്യക്തമാക്കിയത്. ഇതിലും അന്വേഷണം നടക്കും. കേസിലെ നിർണായക തെളിവ് ശേഖരിക്കാൻ ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് KSRTCക്ക് കത്ത് നൽകിയിരുന്നു. തൃശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് ഇന്ന് തിരിച്ചെത്തിയതറിഞ്ഞാണ് പോലീസ് പരിശോധനയ്ക്കെത്തിയത്. ബസ് അമിത വേഗത്തിലായിരുന്നോ വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തിരുന്നോ എന്ന കാര്യത്തിലും CCTVയിലെ ദൃശ്യങ്ങൾ നിർണായകമായിരുന്നു. ബസ്സിലെ യാത്രക്കാരുടെ പട്ടിക KSRTC അധികൃതർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തും. ഈ സാഹചര്യത്തിൽ CCTV ദൃശ്യം നിർണായകമായിരുന്നു. ബസ് ഓടിക്കുമ്പോൾ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നുവെന്ന് യദു പറയുന്നു. തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയതെന്നും യദു പറയുന്നു. ആരെങ്കിലും മെമ്മറി കാർഡ് ഊരി മാറ്റിയിരിക്കാമെന്നാണ് യദുവിന്റെ അഭിപ്രായം. മേയർക്കും MLAയ്ക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർ യദു സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കന്റോൺമെന്റ് പോലീസിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് യദു സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. കേസെടുത്തില്ലെങ്കിലും മേയർക്കെതിരെ നിയമ പോരാട്ടം തുടരുമെന്നാണ് യദു ആവർത്തിക്കുന്നത്. മേയർക്ക് വേണ്ടിയാണ് അന്വേഷണം നടത്തുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. അതിനിടെയാണ് മെമ്മറി കാർഡ് നഷ്ടമായെന്ന് പോലീസ് തന്നെ പറയുന്നത്. അതിനിടെ ബസ് സർവീസ് തടഞ്ഞ മേയർക്കും MLAയ്ക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് DGPക്ക് KSU പരാതി നൽകിയിരുന്നു. നടുറോഡിൽ ബസ്സിന് മുൻപിൽ മേയറുടെ കാർ കുറുകെ നിർത്തിയതടക്കമുള്ള CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ലെന്ന ചോദ്യം പ്രതിപക്ഷവും ശക്തമായി ഉയർത്തിയിരുന്നു. വിഷയത്തിൽ KSRTC വിജിലൻസ് ഓഫീസറുടെ അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട്. ഇതിനിടെയാണ് മെമ്മറി കാർഡ് നഷ്ടമാകുന്നത്. അതിനിടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള സൈബർ ആക്രമണത്തിനെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ പരാതി നൽകി. പോലീസ് മേധാവിക്കും മ്യൂസിയം പോലീസിനുമാണ് പരാതി നൽകിയത്. KSRTC ബസ് ഡ്രൈവറുമായുള്ള പ്രശ്നങ്ങൾക്ക് പിന്നാലെ സൈബർ ആക്രമണം തുടങ്ങിയെന്നാണ് പരാതിയിൽ പറയുന്നത്. സഹോദരനൊപ്പമുള്ള ചിത്രത്തിനും മറ്റ് ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കും കീഴിൽ അശ്ലീല കമന്റുകൾ നിറയുന്നെന്ന് പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ഏപ്രിൽ 27-ന് തിരുവനന്തപുരം പാളയത്ത് വെച്ചാണ് സംഭവം നടന്നത്. KSRTC ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന മേയറുടെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും തന്നോട് മോശമായി പെരുമാറിയെന്ന ആരോപണവുമായി ഡ്രൈവർ യദു രംഗത്തെത്തുകയായിരുന്നു.